എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഓണം. ആ ഊർജ്ജമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം അല്ലേ? ഈ ചെടികളും മരങ്ങളും ഒക്കെ എവിടെ നിന്നാണ് ഈ ഊർജ്ജം എടുക്കുന്നത്? വായുവിൽ നിന്നും പിന്നെ സൂര്യനിൽ നിന്നും അല്ലേ? നമുക്കറിയാം. ആ പ്രക്രിയയുടെ പേരെന്താണ്? ഫോട്ടോസിന്തസിസ് അല്ലേ? കേട്ടിട്ടുണ്ടോ? ആ, അപ്പൊ ഈ ഫോട്ടോസിന്തസിസിലൂടെ എന്താണ് ചെയ്യുന്നത് ചെടികളൊക്കെ? നമുക്ക് ചുറ്റുള്ള അപ്പൊ ഉത്തരൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ സൂര്യനിൽ നിന്നും ഇങ്ങനെ ഊർജം സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ ചെടികൾ എപ്പോഴും. നമ്മൾ മനുഷ്യരും യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റും ഇതുപോലെ വെളിച്ചമുണ്ട്, നന്മയുണ്ട്, കുറേ നല്ല മനുഷ്യരുണ്ട്, സ്നേഹമുണ്ട്, നമ്മുടെ ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, നമുക്കൊക്കെ ഊർജം സൃഷ്ടിക്കാനുള്ള അവസരങ്ങളുണ്ട് ജീവിതത്തിൽ. പക്ഷെ എന്നും രാവിലെ എണീറ്റ് സൂര്യനെ പോയി കണ്ടിട്ട് താങ്ക് യു പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ ഉദിച്ചതിനായിട്ട് നന്ദി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? 1-2 പേരുണ്ടോ അവിടെ? എനിക്ക് വയ്യ. ഈ വേദിയിൽ ഇരിക്കുന്ന ആരും അങ്ങനെ താങ്ക് യു പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ? കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താങ്ക് യു പറയാനൊന്നും ആരും നിൽക്കാറില്ല. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രകൃതിദത്തമായിട്ട് തന്നെയുണ്ട്. അപ്പൊ ഈ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ അവസരങ്ങളൊന്നും കൈവിടാതെ ദിനം പ്രതി തളരാതെ നമ്മൾ ഈ ഊർജം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കണം. അതിനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ഇലയും, ഓരോ പൂവും, ഓരോ ചെടിയും അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ചുറ്റും ചെടികളും പൂക്കളും ഇലകളും ഒക്കെ ഉണ്ട്. ഓരോ പ്രാവശ്യം ഇനി ഒരു ചെടിയെ കാണുമ്പോൾ, ഒരു ഇലയെ കാണുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? ഈ ചെടി അവിടെ വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട്, വളരെ നിശബ്ദമായിട്ട് ഇരുന്നിട്ട് കുറച്ച് ഊർജ്ജം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ സൂര്യനിൽ നിന്നും. അതുപോലെ നമുക്കും ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അവസരങ്ങളും ഉണ്ട്. അതിനെ കളയാതെ തളരാതെ നമ്മളും ഊർജം സൃഷ്ടിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സത്യസന്ധമായി അധ്വാനിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ള അവസരങ്ങളൊന്നും തന്നെ നമ്മളെ കൈവിട്ടു പോകാതെ സൂക്ഷ്മതയോടെ നമുക്കത് ഊർജമാക്കി മാറ്റാനും നമുക്ക് വളർച്ചയ്ക്ക് ഉതകുന്ന തോതിൽ നമ്മുടെ പ്രവൃത്തികൾ അതിന് സഹായകമാകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഓണക്കാലം എല്ലാവർക്കും ആഘോഷത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ഒക്കെ ഓണമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തോ പാട്ട് പാടണം? പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ് ചൊല്ലി, പുന്നാരെ പുന്നാരെ മാമുണ്ടു ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ് ചൊല്ലി, പുന്നാരെ പുന്നാരെ മാമുണ്ടു ചാഞ്ചാട്. വെള്ളരി പിഞ്ചുപോയ ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, പപ്പാളി തക്കാളി അച്ചിങ്ങ പിച്ചിങ്ങ ചിങ്ങയോടൊത്തു പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളി കുഞ്ഞോളി No.